സാധാരണ നമ്മൾ ഓണസദ്യക്കൊക്കെ അത്യാവശ്യം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു തൊടുകറിയാണ് ഈ മാങ്ങാക്കറി. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഞാനിവിടെ എല്ലാം എടുത്തു വെച്ചിരിക്കുന്നത്. ഞങ്ങൾ കോട്ടയം സൈഡിലൊക്കെ മാങ്ങാച്ചാറിന് മാങ്ങാക്കറി എന്നും പറയും. മാങ്ങാക്കറി വെക്കാൻ വേണ്ടി ഞാനൊരു മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്, പച്ചമാങ്ങ. പിന്നെ അതിന് 2 തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഒരു 6-7 വെളുത്തുള്ളി ചെറുതായിട്ട് കീറിയത്, പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് സാദാ മുളകും കാശ്മീരി മുളകും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് പൊടിച്ചതാണേ. അതിന് വേണ്ടിയിട്ട് നല്ലെണ്ണ, വെളിച്ചെണ്ണ, വിനാഗിരി, ഉപ്പ്, ഇത്രയും സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. മാങ്ങ പൂളി അരിയേണ്ടത് ഇതുപോലെ പൂളി എടുത്തിട്ട് അതിൻ്റെ വീതി കൂടുതലാണെങ്കിൽ ഒന്നുകൂടെ അതിൻ്റെ നടുവേ അത് ഇങ്ങനെ ഒന്നുകൂടെ പൊളന്നെടുത്തിട്ട് അരിയണം. അപ്പം ചെറിയ കഷ്ണമായിട്ട് കിട്ടും. മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചത് കൂടാതെ ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ പുരട്ടി വെക്കാം. നമുക്ക് മാങ്ങാക്കറിക്ക് വേണ്ടുന്ന എല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങാക്കറി ഉണ്ടാകും. നമ്മൾ മാങ്ങാക്കറി വെക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, നമ്മുടെ ഇഞ്ചി, കുറച്ച് വെക്കാവേ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചുമപ്പായി വരുമ്പോൾ നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ചുവന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി, ഇതിലേക്ക് നമുക്ക് ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വെച്ചേക്കുന്ന മഞ്ഞൾപ്പൊടിയും കൂടെ. നമ്മുടെ മുളക് നല്ലപോലെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച മാങ്ങാക്കറി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നേരത്തെ കറിവേപ്പില ഇട്ട് കൊടുത്താൽ കറിവേപ്പില അങ്ങ് കറുത്തു പോകും. മുളകൊക്കെ നല്ലപോലെ നമ്മുടെ മാങ്ങായ പിടിച്ചിട്ടുണ്ട്. നമുക്ക് വിനാഗിരി ഒഴിക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വിനാഗിരി, പുളിക്ക് ആവശ്യമുള്ള വിനാഗിരി. മാങ്ങയ്ക്കൊക്കെ പുളി കുറവായിരിക്കും, അപ്പം മാങ്ങാക്കറിക്ക് പുളി വേണം. അതിന് വേണ്ടി വിനാഗിരി ഒഴിച്ചു കൊടുക്കണം.
മാങ്ങാക്കറിക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ചാറച്ച് വെച്ചിരിക്കുന്ന വെള്ളം കുറച്ചൊഴിച്ച് അതിന് പാകത്തിനൊഴിച്ചൊന്ന് നീട്ടിയാൽ മതി. ഈ പാകത്തിൽ മാങ്ങാക്കറി മതിയെങ്കിൽ ഇത് മതി. അതല്ലെങ്കിൽ ശകലം കൂടെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലേശം വെള്ളം ഒഴിച്ച് നീട്ടാം. ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. മാങ്ങാക്കറിക്ക് അത്യാവശ്യം വേണ്ടുന്നതായിരുന്നു കായപ്പൊടി. ആ കായപ്പൊടിയും കൂടെ നമുക്ക് ഈ മാങ്ങാക്കറിക്ക് അകത്ത് ചേർക്കണം. ഞാനിപ്പോൾ ചേർക്കാൻ പോണത് 1 ടീസ്പൂൺ കായപ്പൊടിയാണ്. അത് പോരെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. മാങ്ങാക്കറിക്ക് മാങ്ങ അധികം വേവിക്കണ്ടേ. മാങ്ങ വെന്ത് പോയെന്നാൽ മാങ്ങാക്കറി കുഴഞ്ഞിരിക്കും. നമ്മുടെ മാങ്ങ എല്ലാം റെഡി ആയിട്ടുണ്ട്, മാങ്ങാക്കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ആക്കുവാണേ. നമ്മുടെ മാങ്ങാക്കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളും ഉണ്ടാക്കി നോക്കി വെച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം.